ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള 3-ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ യൂണിറ്റിൻ്റെ പേരെന്താണ്? മനുഷ്യൻ്റെ കൈകൾ. ഇതിലുള്ള ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് കുഞ്ഞനുറുമ്പും കുട്ടിയോളുമാണ്. അപ്പം നേരെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ചെറിയൊരു കവിതയാണ് അല്ലേ? അപ്പം നമുക്ക് ചൊല്ലി നോക്കാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും. കുഞ്ഞനുറുമ്പിൻ്റെ കൂടു തകർത്തപ്പോൾ കുന്നോളം കുറിയരിക്കൂമ്പാരം. കൂടു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. കൂടു തകർത്തവരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. കുഞ്ഞനുറുമ്പിൻ്റെ കൂടു തകർത്തൊരു കൂട്ടുകാരിയൊന്നറിയണം. കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം വീടാക്കി മാറ്റാൻ മലയോളം. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? MV മോഹനൻ തപ്പു കുടുക്കയിൽ എന്തുണ്ട് എന്നുള്ള പുസ്തകത്തിൽ നിന്നും എടുത്തുള്ളതാണ്. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരിക്കൂമ്പാരം. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തൽ ആരോ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് നശിപ്പിച്ചു. അപ്പോൾ അതിലെന്താണുള്ളത്? കുന്നോളം ഒരുപാട് കുറിയരിക്കൂമ്പാരം. കുറിയരി എന്ന് പറഞ്ഞാൽ അരി എന്നുള്ളതിലാണല്ലേ പറയുക. പക്ഷേ ഇവിടെ ഉറുമ്പിൻ്റെ മുട്ടകൾ അരി പോലെ കുന്നോളം അരി കൂട്ടിയിട്ടതുപോലെ ഒരുപാട് ഉറുമ്പിൻ്റെ മുട്ടകളുണ്ട് എന്നാണ് പറയുന്നത്. കൂടു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. കൂട് തകർന്നപ്പോൾ കുഞ്ഞനുറുമ്പിൻ്റെ കുട്ടികളും കെട്ടിയോളും പറഞ്ഞ ഭാര്യയും ഒക്കെ എല്ലാവരും കൂടെ ഒരു പൊടിപൂരാണല്ലേ, എല്ലാവരും കൂടെ ഉണ്ടെന്ന്. കൂടു തകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം. കൂടു തകർത്തവരാരൊക്കെയാണ്? കുറിയരി ചിന്നി ചിതറിച്ചത് ആരൊക്കെയാണ്? ചിന്നുക എന്ന് പറഞ്ഞാൽ ചിതറിപ്പോകുന്നത്. ആരൊക്കെയാണ്? കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. എന്നിട്ട് എല്ലാവരെയും കുഞ്ഞനുറുമ്പും കെട്ടിയോളും കുട്ടിയോളും ഭാര്യയും കുട്ടികളും കുഞ്ഞനുറുമ്പ് എല്ലാവരും കൂടെ കടിക്കുക. ആരാണ് കൂട് തകർത്തത്? ആരാണ് കുറിയരി ചിതറിച്ചത് എന്ന് ചോദിച്ചിട്ടില്ലേ? കുറിയരി എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ മുട്ട ചിതറിച്ചത് ചോദിച്ചിട്ട് എണ്ണിപ്പറഞ്ഞ് ചെയ്തത് പറഞ്ഞുകൊണ്ട് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് കടിക്കുകയാണ്. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്ത മക്കൾ ഇതൊന്ന് അറിയണം എന്നല്ലേ? മക്കൾ അറിയണം എന്ത്? കൂട് തീർക്കാൻ, അവർക്ക് കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം. കൂടൊന്നുണ്ടാക്കണമെങ്കിൽ അവർക്ക് എന്താണ്? ത്വരം എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനമാണ്, ഒരുപാട് ജോലിയാണ് എന്നല്ലേ? ഒരുപാട് കുന്നോളം ജോലിയാണ് അതൊരു കൂടാക്കി മാറ്റാൻ. പിന്നെയോ അതൊരു വീടാക്കി മാറ്റാൻ മലയോളം ജോലിയാണെന്ന്. അപ്പോൾ ഇത് നശിപ്പിക്കുമ്പോൾ കുട്ടികളൊന്ന് അറിയണം, ഇതുപോലെ ആക്കി എടുക്കണമെങ്കിൽ ഒരുപാട് അധ്വാനം ഉണ്ട് എന്നല്ലേ? ജീവികൾ ഓരോരുത്തരും വീട് കെട്ടുക എന്ന് പറയുന്നത് നമ്മളൊരു വീട് കെട്ടുന്നത് പോലെ തന്നെയാണ്. ഓരോന്ന് കൂട്ടി വെച്ചിട്ടില്ലേ? പക്ഷികളാണെങ്കിൽ ഓരോ കമ്പും ചില്ലയും ഒക്കെ കൂട്ടി വെച്ചിട്ട് നാരുകളൊക്കെ. അതുപോലെ തന്നെയാണ് ഉറുമ്പുകളും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ കൂടുണ്ടാക്കുന്നത്. അപ്പോൾ അത് തകർക്കുന്ന മക്കൾ അറിയണമെന്നാണ് കുഞ്ഞനുറുമ്പ് പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തുള്ള ചോദ്യങ്ങൾ നോക്കാം. കൂട്ടുകാരും ടീച്ചറുമൊത്ത് ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കൂ. അപ്പോൾ മക്കൾ നല്ല താളത്ത് ചെല്ലണം കേട്ടോ. അത് ക്ലാസ്സിൽ ചെയ്യുക. വരികൾക്ക് ചേരുന്നൊരു വായ്ത്താരി കണ്ടെത്താമോ? അപ്പോൾ നമുക്ക് എഴുതാം. തെയ് 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 തിന്തക്കത്തെ ഏലേലമേലോ ഏലേലമേലോ തിന്തക്കം തെയ് തെയ് തിന്തക്കം തെയ് തെയ്. അടുത്ത ചോദ്യം. കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിനു പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല. താളത്തിൽ ചൊല്ലാനും പറ്റും. ഇവിടെ കുറിയരി എന്ന് തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ചർച്ച ചെയ്യൂ. അപ്പം എന്താ ചോദിച്ചിട്ടുള്ളത്? കുന്നോളം കുറിയരി കൂമ്പാരം എന്ന് പറഞ്ഞതിന് പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നും മാറില്ല. പക്ഷേ എന്തെങ്കിലും കുറിയരി തന്നെ ആക്കുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ഉണ്ട് അല്ലേ? എന്താണ്? കുന്നോളം കുറിയരി കൂമ്പാരം എന്ന് പറയുമ്പോൾ നമുക്ക് ചെല്ലാൻ നല്ലൊരു താളം ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് എഴുതാം. തീർച്ചയായും ഉണ്ട്. കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അത് ചൊല്ലുമ്പോഴുള്ള ശബ്ദ ഭംഗിയും താളവും നമുക്ക് ചെറിയരി കൂമ്പാരം എന്ന് ചൊല്ലുമ്പോഴുള്ളതിനെക്കാട്ടിലും മികച്ചതാകുന്നു. അടുത്ത ചോദ്യം. അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെ ഉണ്ടോ? കണ്ടെത്തൂ. ഒന്നാമത്തേത് കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം.
പിന്നെ കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും. അപ്പോൾ ഇത് മക്കൾ എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്ത് ചെല്ലൂ. ആദ്യം എന്തെഴുതാം? ഡം പടം പപ്പടം, പടം പടം പപ്പടം, അപ്പുറം ഇപ്പുറം ഒരുപോലെ പപ്പടം. അടുത്തത് പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം, വൃത്തിയാക്കി പൂച്ച. അപ്പോൾ ഒന്നാമത്തതിൽ ഡ എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. രണ്ടാമത്തതിൽ ഏതാണ്? പൂച്ച, അച്ച, അങ്ങനെ ഓരോ വാക്കുകൾ ആവർത്തിച്ച് വരുന്നത് അതിന് ഭംഗി കൂട്ടുന്നു. മൂന്നാമത്തെ ഞ്ച എന്നിങ്ങനെ ആവർത്തിച്ച് വരുന്നത് ഈ ഒരു പാട്ടിന് ഭംഗി കൂട്ടുന്നു. കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണേ, അഞ്ചാമനോമന കുഞ്ചുവാണ്, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന് പേരു വന്നു. അടുത്തത് കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി, കാച്ചിവെച്ച ചൂടുപാല് ഓടിച്ചെന്ന് നക്കി. അല്ലേ? അതിലൊക്കെ ച ആവർത്തിച്ച് വരുന്നത് ഈ ഒരു പാട്ടിന് ഭംഗി കൂട്ടുന്നു. അതുപോലെ തന്നെ ച ആവർത്തിച്ച് വരുന്ന 2 വരിയാണ് കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട്, കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട്. അല്ലേ? അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ മക്കൾ കണ്ടെത്തി എഴുതാൻ മറക്കരുതേ. അടുത്തത് വീടും കൂടും. അല്ലേ? ഒരുപാട് ആളുകളുടെ വീടാണ് കാണുന്നത്. അല്ലേ? ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? കുരുവി, കാക്ക, മനുഷ്യർ, ഉറുമ്പ്, തേനീച്ച, വേട്ടാളൻ, കടന്നൽ, പിന്നെയോ ചിതൽ, മരംകൊത്തി. അല്ലേ? അടുത്ത ചോദ്യം, വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ്? വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. തേനീച്ച കൂടുണ്ടാക്കുന്നത് അതിൻ്റെ ശരീരത്തിലെ മെഴുക് ഗ്രന്ഥികൾ കൊണ്ടാണ്. ഒരുപാട് ചെറിയ അറകൾ കൂടി ചേരുമ്പോഴാണ് തേനീച്ചയുടെ കൂടാകുന്നത്. അടുത്ത ചോദ്യം, കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം, വീടാക്കി മാറ്റാൻ മലയോളം. ഈ വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം. നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായങ്ങൾ വേണം? ചർച്ച ചെയ്യൂ. ഏതെല്ലാം തൊഴിലെടുക്കണം? എഞ്ചിനീയർ, കൽപ്പണിക്കാർ, മേസ്തിരി, ടൈല് പണിക്കാർ, ആശാരി, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, പെയിൻറ്റർ, പിന്നെയും വേണം. അല്ലേ? ഓരോ വീടിനനുസരിച്ച് ഒരുപാട് ജോലിക്കാർ. അല്ലേ? അപ്പോൾ ഈ ഒരു കുഞ്ഞു പാഠം മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നല്ലോണം പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ക്ലാസ് ആയാലും, ചെറിയ ക്ലാസ്സുകൾ ഏതായാലും, ഏത് സബ്ജക്റ്റ് ആയാലും ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണേ.